ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതാ. ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് പള്ളി. പള്ളിക്ക് പേര് ഞങ്ങളുടെ പേര് തന്നെ. അങ്ങനെ ചർച്ചുമായി വളരെ ക്ലോസായി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. പക്ഷെ ഞാൻ പള്ളിയിൽ അങ്ങനെ പോകാറില്ല. আমি কিন্তু চারটে অতটা যেতাম। ഞാൻ നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറായിരുന്നു. আমি দেখে একটা কমিউনিস্ট পার্টি പള്ളിയുമായും ദൈവവുമായും ഞാൻ എനിക്ക് ബന്ധവുമില്ല. চাকরির সঙ্গে বা ঈশ্বরের সঙ্গে কোনো সম্পর্ক আমার ছিল না. ഞാൻ LLB പഠിച്ചു. আমি LLB পাস করেছি. നാട്ടിലെ വക്കീലായി. দেশে আমি উকিল নৌকরি করছি. വളരെ അഹങ്കാരത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. মনে অহংকারে নিয়ে আমি জীবনযাপন করেছি. ആ സമയത്ത് കഴിഞ്ഞ 4 വർഷം മുമ്പ് ওই সময় 4 সাল আগে എന്റെ ശരീരത്തിൽ വലിയൊരു രോഗം പിടിപെട്ടു. আমার শরীরে একটা ভয়ানক রোগ আমাকে আক্রান্ত করে. ലങ് ക്യാൻസർ എന്ന രോഗം എനിക്ക് പിടിപെട്ടു. ফেফড়ের ক্যান্সার যেটা লাংস ক্যান্সার. ശരീരം വളരെയധികം ക്ഷീണിച്ചു. শরীরটা ভালোভাবে দুর্বল হয়েছিল. 25 kg കുറഞ്ഞു. 25 কিলো আমার ওজন ঘাটতি হয়েছে. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുമായിട്ട് നടക്കുകയാണ്. আমি হসপিটালের সঙ্গে বড় বড় হসপিটালে গিয়ে করছিলাম. വലിയൊരു ഹോസ്പിറ്റലിൽ ചെന്നു. RCC റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്നു. বড় যেটা রিজিয়নাল ক্যান্সার সেন্টার হসপিটালে গেছিলাম. ഡോക്ടർ പറഞ്ഞു 3 മാസം മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ. ডক্টর বলেছেন 3 মাস মাত্র তুমি বাঁচবে. എനിക്ക് നടക്കാൻ കഴിയത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ല, നിൽക്കാൻ കഴിയത്തില്ല. আমি বলতে পারি না, শুনতে পারি না, চলতেও পারি না, এই অবস্থা ছিলাম. ശരീരം മുഴുവൻ ക്ഷീണിച്ചു. শরীর একবারে দুর্বল হয়ে গেছে. നിൽക്കുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും. দাঁড়িয়ে থাকলে পা কাঁপতে থাকে. പല ഇംബാലൻസ് ആയി. মানে তালে কোনো টলমল করছিল মানে মাথাটা. മൊത്തത്തിൽ ഞാൻ അവശനായി. প্রাকৃতিক থেকে আমি দুর্বল হয়ে গেছি. ഞാൻ ബെഡിൽ കിടപ്പായി. বিছানায় শুয়েছিলাম. അങ്ങനെ രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. রাত্রি আমার তো ঘুম হতো না. എനിക്ക് ഭാര്യയും ഒരു മകനും ഉണ്ട്. আমার স্ত্রী আর একটা ছেলে আমার আছে. എന്റെ മകൻ അന്ന് 4 വയസ്സ് പ്രായം. ছেলের বয়স হচ্ছে 4 বছর. എന്റെ ഭാര്യ അന്ന് വിദേശത്തെ നേഴ്സ് അവിടെ ജോലി ചെയ്യുക. আমার স্ত্রী ইউরোপে নার্সের চাকরি করে. ഞാൻ രാത്രിയിൽ എനിക്ക് കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. রাত্রি আমি শুতে গেলে আমার ঘুম আসে. ദേഹം മുഴുവൻ വേദനയാണ്. শরীর সব জায়গায় ব্যথা. അങ്ങനെ രാത്രിയിൽ മദ്യപിക്കും. রাত্রি আমি মদ্যপান করতাম. ഉറങ്ങാൻ വേണ്ടി മദ്യപിച്ചുകൊണ്ടേയിരുന്നു. মানে ঘুম আসার জন্য আমি মদ্যপান করতাম. ഞാൻ ജോലിക്ക് പോകുന്നില്ല. നിങ്ങൾ ഇവിടെ വന്ന് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. এখানে এই জায়গাটায় আমি প্রথমবার আসছি. പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. আমাকে বলছে ആ സമയത്ത് നിങ്ങൾ അതിന് പ്രതികരിക്കുമ്പോഴാണ് കർത്താവിന്റെ അത്ഭുതം കാണുന്നത്. ওই সময় আপনারা যখন প্রতিকরণ করেন তখনই আশ্চর্য জিনিস আমরা കുളക്കടവിൽ കിടന്ന രോഗിയോട് പക്ഷപാതക്കാരോട് കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 38 വർഷം যারা পক্ষপাতে 38 বছর ধরে বিছানায় ছিল তাকে ওর বিশ্বাস করলো তখনই সৌখ্য প্রাপ্ত করলো. 38 വർഷം അവനെ കുളക്കടവിൽ കിടന്ന് സൗഖ്യമാകാൻ തന്നെയാണ്. 38 ബছর ওই মানে কুয়ার পাশে ওখানে ছিল. പക്ഷെ പിന്നെ കർത്താവ് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. ഞാനായിരിക്കുന്ന സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന തങ്കുവിന്റെ സ്നേഹങ്ങളെ നിങ്ങളെ അറിയിക്കുന്നു. और मेरा सीनियर पास्टर तंगू का भी अभिवादन आपको देते हैं. ഹല്ലേലൂയ. हालेलुया. മകൻ നമ്മുടെ മധ്യത്തിൽ കർത്താവ് വന്നിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं आज प्रभु हमारे बीच में है? ഹല്ലേലൂയ. हालेलुया बोलिए. നമ്മുടെ മധ്യത്തിൽ വന്നു എങ്കിൽ यदि यीशु मसीह हमारे बीच में है तो അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. चिन्ह और चमत्कार और अद्भुत की कार्य हमारे बीच में हो जाएगा. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ അത്ഭുതകരം ചലിക്കും. आपकी समस्याओं के ऊपर आज परमेश्वर की हाथ चालेगा. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം. आज आप लोग विश्वास करना. നിങ്ങൾ വന്നതുപോലെയല്ല മടങ്ങി പോകാൻ പോകുന്നു. जैसे आप आए हैं वैसे वापस नहीं जाएंगे. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഏത് വിഷയവുമായിട്ട് കടന്നു വന്നോ जिस बात को लेकर आप
परमेश्वर की उपस्थिति में आया, വചനം പറയുന്നു അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാകയാൽ बाइबल इस प्रकार कहती है परमेश्वर आपके लिए चिंता करता है, इसलिए നിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളും. आपकी हरेक चिंता उनके ऊपर डाल दो. മുഴുവൻ ചിന്തകളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം കർത്താവിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. हमारा हरेक समस्या दुख मुसीबत सब उतारने के लिए सिर्फ एक ही एक जगह है, वो है परमेश्वर का उपस्थिति. മറ്റെവിടെങ്കിലും നമ്മുടെ വിഷയം കൊണ്ടിടാൻ പറ്റത്തില്ല. और दूसरा जगह में हम अपने समस्या लेकर के नहीं रख सकता. മറ്റാരോടെങ്കിലും പറയാൻ പറ്റത്തില്ല. और किसी से भी हम इसको बांट भी नहीं सकते हैं. ആരോട് പറഞ്ഞാലും അവർ നമ്മളെ പരിഹസിക്കും. हमारा दुख और मुसीबत जब हम दूसरे के साथ बांटेंगे तो हमारा हंसी उठाएंगे. ഒരു വിഷയത്തിൽ സഹായം ചോദിച്ചാൽ ചിലപ്പോൾ അവർ സ്വപ്നത്തിലുള്ളതായി. जब हम दूसरों से मदद मांगते हैं हो सकता है वो बोल सकता है कि हमसे नहीं होगा. അവർ കൈ മലർത്തി കാണിക്കും. वो अपना हाथ ऐसे ही दिखाएगा, हमसे नहीं हो पाएगा. പക്ഷെ വചനം പറയുന്നു, मगर बाइबल इस प्रकार कहते हैं ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും. मैं तुझे कभी त्यागूंगा नहीं और छोड़ूंगा भी नहीं. हालेलुया. അമ്മ തൻകുഞ്ഞിനെ മറന്നാലും हो सकता है तुम्हारी माँ तुझे भूले, ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ല. मगर परमेश्वर कहता है मैं तुझे कभी नहीं भूलूंगा. ഹല്ലേലൂയ. വചനം പറയുന്നു പെറ്റമ്മ തൻകുഞ്ഞിനെ മറക്കുമോ? അത് ക്വസ്റ്റ്യൻ മാർക്ക്. बाइबल में इस प्रकार है, क्या माँ अपनी बच्चे को भूल सकती है? एक सवाल है. ഒരിക്കലും പെറ്റമ്മയ്ക്ക് ജനിപ്പിച്ച കുഞ്ഞിനെ മറക്കാൻ കഴിയത്തില്ല. अपनी माँ अपने बच्चे को कभी भूल नहीं सकती है. പക്ഷെ അങ്ങനെ മറക്കുന്നവരില്ലയോ? मगर ऐसा भी कुछ माँ है, माताजियाँ हैं जो अपने बच्चे को भूल जाते हैं. അങ്ങനെ മറന്നാൽ പോലും यदि ऐसा भी हो जाए, എന്റെ കർത്താവ് നിന്നെ മറക്കത്തില്ല. हमारा परमेश्वर हम लोगों को कभी नहीं भूलेंगे. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, पवित्र आत्मा इस प्रकार बात करते हैं. സ്വന്തം അമ്മ ഉപേക്ഷിച്ച ഒരു വ്യക്തി ഇതിന്റെ മധ്യത്തിൽ നിൽപ്പുണ്ട്. നല്ലപോലെ കരമടിക്കണം. बहुत अच्छा से पूरी जोर से അടുപ്പിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. दूसरे इधर उधर बगल में नहीं देखो. വചനം പറയുന്നു, बाइबल कहता है ആരാധിക്കുമ്പോൾ രോഗസൗഖ്യം സംഭവിക്കും. आराधना के समय में परमेश्वर अपना काम करता रहे. ആരാധിക്കുമ്പോൾ വിടുതൽ സംഭവിക്കും. आराधना के समय में जो हमको नहीं चाहिए हमको छोड़कर चला जाएगा. നന്നായിട്ട് ആരാധിക്കണം. पूरी मन से और कुछ भी हमारे ആരാധിക്കുമ്പോൾ തന്നെ കെട്ടുകൾ പൊട്ടും. जब हम आराधना करते हैं प्रभु का बहुत ബന്ധനങ്ങൾ അരിയും. हर एक बंधन टूट जाएगा. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ जब हम इधर आराधना करेंगे നിങ്ങൾ കരമടിക്കണം. आप हाथ ताली बजाना. ഈ വേദന വിട്ടുമാ. आपका ये दर्द दूर हो जाएगा यीशु के नाम में. आज आपको यही समय सब लोगों के सामने आपका दर्द दूर हो जाएगा. മുട്ടുമടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ जिसका घुटना नहीं अच्छा से मुड़ता है, ആരാ കരമുയർത്തി? ऐसा कौन है जिसका घुटना ऐसे मुड़ते नहीं है अच्छा से? രണ്ട് മുട്ടും. अब दोनों घुटने में बहुत दर्द है. ഇപ്പൊ ആരാധിക്കുമ്പോൾ സൗഖ്യമാകും. ഇപ്പോൾ अभी हम आराधना करेंगे, अभी आपको परमेश्वर का हाथ आपके ऊपर आएगा. നിങ്ങൾക്ക് ഇപ്പോൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അനുഭവം ഉണ്ടാവും. जब हम आराधना करेंगे आपका शरीर में परमेश्वर की बहुत बड़ा कार्य हो जाएगा. आप उसको महसूस करोगे. നന്നായിട്ട് ആരാധിക്കണം. अच्छा से आप कुछ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. किसी भी बात का चिंता मत करना, पवित्र आत्मा आपको छुएगा, हम नहीं. ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ മുഴുവൻ കർത്താവ് മാറ്റി. जब परमेश्वर की ताकत हम पर आएंगे हर एक समस्या दूर हो ഇപ്പോൾ जाएगी. എല്ലാ വിഷയങ്ങളും മാറാൻ പോകും. हर एक समस्या भी दूर हो जाएगी. അവന്റെ കയ്യിൽ നന്മ മാത്രമേ ഉള്ളൂ. आपको हाथ में सब में असल काम मात्र होना. ഇന്നൊരു അത്ഭുതം പ്രാപിക്കാൻ എത്ര പേര് റെഡിയാ? कति जना चाहनुहुन्छ आज मेरो जीवनमा एउटा असल काम, एउटा चमत्कारको काम बहुत चाहनुहुन्छ. कति जना चाहनुहुन्छ तपाईको जीवनमा प्रभु കരമുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താൽ सबै मिलेर हम जोरदार हामी जयमती गर्दैछौँ. സ്തോത്രം. നിങ്ങളെയൊക്കെ കാണുവാൻ കർത്താവ് എന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. म परमेश्वरको फेरि पनि धन्यवाद गर्दैछु यो मौकाको लागि, अवसरको लागि. तपाईँहरूको माझमा आएर यसको संगति पाउनेको अवसर पायो. ഇവിടെ ഇതിന് അവസരം തന്ന പാസ്റ്റർമാർക്കെല്ലാം വേണ്ടി എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. यो मिटिङको पछाडि जतिजना पास्टरहरू छ सबैले म मेरो तर्फबाट जयमती र धन्यवाद गर्दैछु. ഇന്ന് വരെ നിങ്ങൾ വന്നിരിക്കുന്നത് എനിക്കൊരു കാര്യം അറിയാം, കർത്താവിൽ നിന്നെങ്കിലും പ്രാപിക്കാനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. आज तपाईँहरू यहाँ आउनुभएको छ किनकि परमेश्वरबाट कुनै न कुनै असल काम र चमत्कार र सङ्घाई पाउनेको लागि आउनुभएको छ.
വചനം പറയുന്നു, കർത്താവിന്റെ അടുക്കൽ വന്ന ആരെയും എന്റെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല, കൈവിട്ടിട്ടുമില്ല. परमेश्वर को वाले ऐसा मालूम था जितनी जना प्रभु यीशु को शरण आएगा तो सब में नहीं आशीष पाएगा मात्र जान पाएगा. അവന്റെ മുഖത്തേക്ക് നോക്കിയ മുഴുവൻ പേരും പ്രകാശിതരായിട്ടുണ്ട്. जितनी जना यीशु ने हेरवाया सब में को जीवन में खुशी आयो. ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോയിട്ടില്ല. परमेश्वर को शरण आने वाले सब जना नहीं परमेश्वर एकदम आशीष देने था. ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. क्योंकि हम लोग परमेश्वर आशीर्वाद जीवित होता. നിങ്ങൾ ഇവിടെ വന്നത് കർത്താവിന്റെ മുഖത്തേക്കാ നോക്കി വന്നതെങ്കിൽ അത്ഭുതം പ്രാപിച്ചിട്ട് നിങ്ങൾ മടങ്ങി പോകത്തുള്ളൂ. यदि तपाईँ आज परमेश्वर को काम हेर्नको लागि आउनुभयो भने एकदम आफ्नो काम तपाईँको जीवनमा हुनेछ. എന്റെ പേര് ബിനോയ് എന്ന. मेरो नाम बिनोय छ. പാസ്റ്റർ നിങ്ങളെ പരിചയപ്പെടുത്തി. तपाईँको पास्टरले पहिल्यै भन्नुभयो. എങ്കിലും ഞാൻ എന്റെ സാക്ഷ്യം, ഞാൻ കർത്താവിനെ അറിയാൻ ഇടയായ സാക്ഷ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. फेरि पनि म यो भन्न चाहन्छु म कसरी प्रभुमा आयो. ഞാന് ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. म भारतको केरलाबाट आउनुभएको छ. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. म एउटा वकिल छु. अहिले पनि वकिलको काम गर्दैछ. 4 വർഷം മുമ്പ് 4 साल पहिला എനിക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ആളല്ലായിരുന്നു. म परमेश्वरसँग कुनै यस्तो रिश्ता थिएन मेरो. 4 വർഷം മുമ്പ് 4 साल पहिला എനിക്കൊരു രോഗം പിടിപെട്ടു. म एकदम बिरामी भयो. ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെന്റ് നടന്നു. म ठुलो हस्पिटलमा गएर धेरै उपचार गरियो. എനിക്ക് അസുഖം ലങ് ക്യാൻസർ ആയിരുന്നു. मेरो जीवनमा लङ क्यान्सर थियो. ഡോക്ടർ പറഞ്ഞു 3 മാസത്തിന് ശേഷം മരിച്ചു പോകും. डॉक्टरले भन्नुभयो 3 महिनाभित्र तिमी यो मर्छ. अब तिम्रो जीवन छैन. ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. म यस्तो बलियो व्यक्ति थिएन त्यति बेला. ഇതിനേക്കാൾ 25 കിലോ കുറഞ്ഞ് म एकदम पातलो थियो. നടക്കാൻ കഴിയാതെ हिँड्न पनि गाह्रो थियो. തല ഇംബാലൻസ് ആയി. अब मेरो शरीरमा धेरै दुःख थियो. നിൽക്കാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു. यस्तो अब शरीर पनि सकेन. ഹല്ലേലൂയ. ആ സമയത്ത് त्यति बेलामा ടിവിയിൽ ഒരു പ്രോഗ്രാം കണ്ടു. म घरमा कोठामा बसेर टिभी हेरिरहेको थियो. ഒരു പാസ്റ്റർ ഇങ്ങനെ പറയുന്നു, तर एक सालमा एउटा पास्टरले यस्तो भनिरहेको थियो, നീ മരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇരിക്കുന്നത്, तिमी म त तिम्रो जीवन धेरै छैन जस्तो डक्टरले भन्नुभएको छ. പക്ഷെ നീ മരിക്കത്തില്ല. तर तिमी अब तिम्रो जीवन लामो छ. ഈ ലോകത്തിൽ ജയകരമായ ജീവിതവും यो धरतीमा यो दुनियाँमा तिम्रो जीवन अझै लामो छ. നിത്യജീവന്റെ പ്രത്യാശയും നിനക്കുണ്ട്. र तिम्रो लागि नित्य जीवन पनि छ, आनन्द जीवन पनि छ. ഹല്ലേലൂയ. വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. म एउटा खण्ड पढ्न चाहन्छु. ലൂക്കോസിന്റെ സുവിശേഷം लुकाको सुसमाचार 1-ാം അധ്യായം एउटा आयतको അതിന്റെ 26-ാമത് വാക്യം. 26 आयत. लुका व्यक्तिको हो. जब मिटिङमा आयो तब तपाईको हृदयमा समस्या थियो र प्रार्थना अहिले जब गरियो अहिले तपाईको हृदयमा शान्ति आयो. यो व्यक्ति को छ? एउटा शब्द जीवन प्रौढबाट ശബ്ദരെ हालेलुया. तपाईँ हात निचो राख्नुहोस्, हामी ताली बजाएर परमेश्वर